ഹലോ ഫ്രണ്ട്സ്, അപ്ഡേറ്റ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഹരംഹര എന്ന് പറഞ്ഞിട്ടുള്ള സുധീർ ബാബുവിൻ്റെ പടത്തിൽ നിന്ന് ആളിനെ ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ടൊരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ബജേ വായു വേഗം എന്ന് പറഞ്ഞ പടത്തിൽ നിന്ന് ഐശ്വര്യ മേനോൻ്റെ ബർത്ത്ഡേ ആയിട്ട് ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് പോസ്റ്റർ വന്നു. അതേമാതിരി ആ പടത്തിൻ്റെ റിലീസ് ഡേറ്റ് മെയ് 31 അറിയിച്ചു. പിന്നെ എങ്ക നാന്താം കിങ് എന്ന് പറഞ്ഞിട്ടുള്ള സന്താനത്തിൻ്റെ പടം ഇറങ്ങാൻ ഇനി 6 ദിവസം കൂടിയുള്ളൂ. അപ്പോൾ 6 days to go എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ഇലക്ഷൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ 6 days to go പോസ്റ്റർ വന്നു. പിന്നെ ഗരുഡൻ എന്ന് പറഞ്ഞിട്ടുള്ള സൂര്യയുടെ പടം മെയ്യിലാണ് റിലീസാവുക എന്നുള്ളത് കൺഫേം ആയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഈ മാസം തന്നെ റിലീസാവുന്നുള്ള കൺഫേം ആയി. പിന്നെ മിസ്റ്റർ ആൻഡ് മിസ്സിസ് മഹി എന്ന് പറഞ്ഞിട്ടുള്ള പടം മെയ് 31 റിലീസാവുക. അപ്പോൾ അതിൻ്റെ ട്രെയിലർ നാളെ യൂട്യൂബിൽ 3:40 വരുന്നതായിരിക്കും. പിന്നെ പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിൻ്റെ സീസൺ 3യുടെ ട്രെയിലർ മെയ് 17 വരും. അതേമാതിരി സീസൺ 3 ആമസോൺ പ്രൈമിൽ ഫുള്ളായിട്ട് വരുന്നത് മെയ് 28 പിന്നെ സത്യഭാമ എന്ന് പറഞ്ഞ പടത്തിലത്തെ വെതക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് മെയ് 15 വരും എന്നുള്ള അറിയിച്ചുകൊണ്ട് പോസ്റ്റർ വന്നു. പിന്നെ മന്ദാകിനി എന്ന് പറഞ്ഞ പടത്തിലത്തെ വട്ടയപ്പം എന്ന് പറഞ്ഞിട്ടുള്ള ഡബ്സി പാടിയ പാട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഹൃദയഹാരിയായ പ്രണയകഥ ആ പടത്തിലത്തെ ട്രെയിലർ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ പുറത്ത് വന്നിട്ടുണ്ട്. പിന്നെ അരമനെ 4 എന്ന് പറഞ്ഞിട്ടുള്ള പടം പുറത്തിറങ്ങിയിരുന്നു. അത് 50 കോടി നേടി എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മായവൺ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടീസർ വന്നു. പിന്നെ SVC 59 എന്നുവെച്ചാൽ ശ്രീ വെങ്കടേശ്വര ക്രിയേഷൻസിൻ്റെ 59ാമത്തെ പടത്തിൽ വിജയ് ദേവരകൊണ്ടാണ് അഭിനയിക്കുക എന്നുള്ളത് കൺഫേം ആയി. രവി കിരൺ കൊള എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് പടം എടുക്കുന്നത്. പിന്നെ സായി പല്ലവിയുടെ ബർത്ത്ഡേ ആയിട്ട് തണ്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള നാഗചൈതന്യം അഭിനയിക്കുന്ന പടത്തിൽ നിന്ന് ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. ഒരു നല്ല വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പടത്തിലുള്ള ഭാഗങ്ങളുണ്ട്, പടത്തിലില്ലാത്ത ബിഹൈൻഡ് ദ സീൻ മാരത്തെ രീതിയിലുള്ള വീഡിയോയും കൂട്ടിച്ചേർത്തിട്ടാണ് ആ വീഡിയോ പുറത്തുവിട്ടുള്ളത്. പിന്നെ അമരൻ എന്ന് പറഞ്ഞിട്ടുള്ള ശിവകാർത്തികൻ്റെ പടത്തിൽ നിന്ന് സായി പല്ലവിയുടെ ബർത്ത്ഡേ ആയിട്ട് ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ടുള്ള പോസ്റ്റർ വന്നു. പിന്നെ ബറോസ് എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ തിയേറ്റർ ചാർട്ടിങ്ങും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. തൃശ്ശൂർ രാഗത്തിലൊക്കെ ചാർട്ട് ചെയ്തെന്നുള്ള രീതി കേൾക്കുന്നുണ്ട്. എന്തായാലും സെപ്റ്റംബർ 12 പടം റിലീസാവുന്നത്. പിന്നെ അതിൽ 360 മോഹൻലാലിൻ്റെ 360ാമത്തെ പടം തരുൺമൂർത്തിയാണ് പടം എടുക്കുന്നത്. ആ പടത്തിൻ്റെ സെറ്റിൽ നിന്ന് ഫോട്ടോ പുറത്ത് വന്നിട്ടുണ്ട്. പിന്നെ പടത്തിൽ ഫർഹാൻ ഫാസിൽ ഓൺ ബോർഡ് ആയിട്ടുണ്ട് എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ബബ്ബ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൽ കാസ്റ്റിംഗ് കോൾ വന്നിട്ടുണ്ട്. ഞാൻ അപ്പോൾ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. 8 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള ആളാണ് നോക്കുന്നത്, ബോയ്സ്. പിന്നെ സെലാർ പാർട്ട് 1 സീസ് ഫയർ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പുറത്ത് വന്നിട്ടുണ്ട്. വോളിയം 1 വോളിയം 2 ആയിട്ടാണ് പുറത്തുവിട്ടിട്ടുള്ളത്. പിന്നെ സിക്കന്ദർ എന്ന് പറഞ്ഞിട്ട് സൽമാൻ ഖാൻ്റെ ഒരു പടം വരുന്നുണ്ട്. 2025 ഇതിനാണ് പടം റിലീസാകാൻ പോകുന്നത്. ആ പടത്തിൽ രശ്മിക മന്ദന ആയിരിക്കും നായികയായി വരിക എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ VD14 വിജയ് ദേവരകൊണ്ടയുടെ 14ാമത്തെ പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്. രാഹുൽ സംതൃപ്തിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് പടം എടുക്കുന്നത്. ഇത് മൈത്രി മൂവി മേക്കേഴ്സ് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ തലം എന്ന് പറഞ്ഞിട്ടുള്ള ബിജു മേനോനും ആസിഫ് അലി അഭിനയിക്കുന്ന പടം മെയ് 24 പുറത്തിറങ്ങുന്നത് അറിഞ്ഞു. മന്ദാകിനിയുടെ കൂടെയാണ് ക്ലാഷ് വരുന്നത്. പക്ഷേ അതിൻ്റെ മുന്നേ മെയ് 23 ടെർബോ റിലീസാവുന്നുണ്ട്. ചിലപ്പോൾ അത് പ്രശ്നമാവാം, കാരണം തിയേറ്റേഴ്സ് എന്തെങ്കിലും കിട്ടാൻ വഴിയില്ല. പിന്നെ തലം എന്ന് പറഞ്ഞ പടത്തിലത്തെ തീം സോങ് പുറത്തിറങ്ങി. പിന്നെ പുഷ്പ 2 ദ റൂൾ എന്ന് പറഞ്ഞ പടത്തിൻ്റെ കേരള റൈറ്റ്സ് ഗോകുലും മൂവീസ് എടുക്കുന്നതാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷേ അതല്ല, E4 എൻ്റർടൈൻമെൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. എന്നുവെച്ചാൽ പുഷ്പ 1ൻ്റെ കേരള റൈറ്റ്സ് വരെ തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മാർക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ണിമുന്തൻ്റെ പടം അനീഫദ്ദീനെയാണ് പടം എടുക്കുന്നത്. ആ പടത്തിൻ്റെ ഹിന്ദി റൈറ്റ്സ് വിറ്റ് പോയിരിക്കുകയാണ്. എടുത്തിട്ടുള്ളത് വാം ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ്. എന്തായാലും 5 കോടിക്കാണ് എടുത്തിട്ടുള്ളതെന്നാണ് കേൾക്കുന്നത്. എന്ന് വെച്ചാൽ വലിയ തുക തന്നെയാണ് ഹിന്ദി റൈറ്റ്സ് അപ്പോൾ പോയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ട്, ഗംഭീര പോസ്റ്റർ ആയിട്ടാണ് തോന്നിയത്. പിന്നെ ആവശ്യം എന്ന് പറഞ്ഞ പടം OTT റിലീസ് ആയിട്ടുണ്ടായിരുന്നു. ഈ OTTക്ക് കൊടുത്തതിൽ ഇവർക്ക് കിട്ടിയിട്ടുള്ള 35 കോടിയോളം രൂപ എന്നാണ് കേൾക്കുന്നത്. എന്ന് വെച്ചാൽ വലിയ തുക തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ആവശ്യം അത്രയ്ക്ക് നല്ല പടമാണ്. 150 കോടിയൊക്കെ അടിച്ച പടമാണ്. പിന്നെ ഫഹദ് ഫാസിലും SJ സൂര്യയും കൂടിയിട്ട് ഒരു പടം വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. ഈ പടം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത് വിപിൻ ദാസ് എന്നാണ് കേൾക്കുന്നത്. എന്ന് വെച്ചാൽ ജയ 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 ഹേ. പിന്നെ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു പടം ഇറങ്ങാൻ പോകുന്നുണ്ട്. ആ പടം കൊടുത്ത ആളാണ്. എന്തായാലും ഇതൊരു ഗാങ്സ്റ്റർ കോമഡി രീതിയിലുള്ള ഒരു പടമായിരിക്കും എന്നാണ് കേൾക്കുന്നത്. അതിൻ്റെ ഷൂട്ടിങ് ജൂണിലോ ജൂലൈയിലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കേൾക്കുന്നുണ്ട്. പക്ഷേ ജൂലൈയിലാവാനാണ് കൂടുതൽ ചാൻസ്. കാരണം ഫഹദ് ഫാസിൽ വരുമ്പോൾ ഇപ്പോൾ ഓടുമുതിര ചാടുമുതിര എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൽ അഭിനയിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ കേട്ടത്. അപ്പോൾ ഷൂട്ടിംഗ് മിക്കവാറും ജൂലൈയിലേക്ക് ആവാനാണ് ചാൻസ്. പിന്നെ കാര്യങ്ങൾ ആദ്യം സെറ്റ് ആവണം. ഇപ്പോൾ കേൾക്കണം മാത്രമേ ഉള്ളൂ. പിന്നെ അജയൻ്റെ 2ാം മോഷണം ARM എന്ന് പറഞ്ഞിട്ടുള്ള ടോവിനോ തോമസിൻ്റെ പടം. ഈ പടത്തിൽ 3 കഥാപാത്രമായിട്ടാണ് ടോവിനോ തോമസ് എത്തുന്നത്. അപ്പോൾ ഈ പടത്തിൻ്റെ റിലീസ് ഓണത്തിനായിരിക്കും എന്നുള്ള രീതിയിൽ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. അത് കൺഫേം ആയ രീതിയിലും പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്നുവെച്ചാൽ സെപ്റ്റംബർ 12 ആയിരിക്കും പടം റിലീസാവുമെന്നാണ് കേൾക്കുന്നത്. എന്നുവെച്ചാൽ ബറോസിന് ക്ലാഷ് ആയിട്ടായിരിക്കും ഈ പടം വരിക എന്നാണ്. പിന്നെ ഇന്ത്യൻ 2 എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു പോസ്റ്റർ വന്നു. 20 വർഷമായിട്ടുണ്ട് ഇന്ത്യൻ എന്ന് പറഞ്ഞ പടം ഇറങ്ങിയിട്ട്. അപ്പോൾ അത് അനുബന്ധിച്ച് ഇറക്കിയിട്ടുള്ള പോസ്റ്ററാണ്. പിന്നെ ഈ തഗ് ലൈഫ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ റിലീസ് 2024 ഈ വർഷം തന്നെ ഉണ്ടാവും എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട്. മിക്കവാറും ഡിസംബറിലൊക്കെ ആയിട്ടായിരിക്കും തഗ് ലൈഫിൻ്റെ റിലീസ് ഉണ്ടാവുക. പിന്നെ ഈ പടത്തിലത്തെ STRൻ്റെ ഗ്ലിംസാണ് പുറത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പോസ്റ്റർ വന്നിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ഒരു സൂപ്പർ ലുക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ റായ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ അടങ്കാത്ത അസുരം എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് പാർട്ട് 9 പുറത്തിറങ്ങുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ മ്യൂസിക് ചെയ്യുന്നത് AR റഹ്മാനാണ്, അത് ഓൾറെഡി പറഞ്ഞതാണ്. ഇതിൻ്റെ കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ള പ്രഭുദേവയാണ്.
പിന്നെ പാട്ട് എഴുതിയിട്ടുള്ളതും അതേമാതിരി പാടിയിട്ടുള്ളതും ധനുഷാണ്. AR റഹ്മാനും കൂടെ ഉണ്ട്. ഇതിൻ്റെ തെലുങ്കിലുള്ള പേരും ഹിന്ദിയിലുള്ള പേരും തലവഞ്ചി ഇറകടെ കോഴിത്തോട് നായിസ്ക എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പാട്ടിറങ്ങാതെ മുന്നേ 1 hour 2 എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്ററൊക്കെ പുറത്ത് വന്നിരുന്നു. എന്തായാലും പാട്ട് പുറത്തിറങ്ങി, ഒരു കുഴപ്പമില്ലാത്ത പാട്ടായിരുന്നു തോന്നിയത്. പിന്നെ പടത്തിൻ്റെ റിലീസ് ഡേറ്റ് അറിയിച്ചിട്ടുണ്ട്. ജൂൺ 13 പടം റിലീസ് ചെയ്യുന്നത്. അതിപ്പോൾ ഇന്ത്യൻ 2 ഒക്കെ ജൂണിൽ നിന്ന് മാറി എന്നുള്ള രീതിയിൽ കേട്ടതിന് ശേഷമാണ് പടത്തിൻ്റെ റിലീസൊക്കെ കണ്ട് വരുന്നത് കുറേ എണ്ണം. എന്തായാലും പടം വരട്ടെ, ഗംഭീരാവട്ടെ. ധനുഷാണ് പടം എടുക്കുന്നത്. പിന്നെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള തളപതി വിജയുടെ പടം. ആ പടത്തിൽ ശിവകാർത്തികന് ഒരു റോള് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ക്യാമിയ റോള് മാതിരി ഏകദേശം കൺഫേം ആയ രീതിയിലും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പിന്നെ ഗുരുവായൂർ അമ്പൽ നട എന്ന് പറഞ്ഞിട്ടുള്ള പടം മെയ് 16 റിലീസാകാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ട്രെയിലർ മെയ് 10 റിലീസാകും എന്നുള്ള രീതിയിൽ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ പോസ്റ്റർ വന്നിരുന്നു. അതിന് ശേഷം ആ ഒരു കാർട്ടൂണിസ്റ്റ് രീതിയിലുള്ള പോസ്റ്റർ നല്ല രസമായിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു 7:30 അതിൻ്റെ ലോഞ്ച് അവിടെ നടന്നിട്ടുള്ളത്, ഖത്തറിൽ വെച്ചിട്ട്. ഒരു രാത്രി 9:30 ആകുമ്പോൾ അതിൻ്റെ ട്രെയിലർ യൂട്യൂബിൽ ലഭ്യമാകുന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ വന്നിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് നേരം വൈകിട്ട് തന്നെ വന്നിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ട്രെയിലർ വന്നിട്ടുണ്ട്. ഒരു നല്ല ട്രെയിലറായിട്ട് തന്നെയാണ് തോന്നിയത്. ഒരു കോമഡി രീതിയിലുള്ള പടം എന്നുവെച്ചാൽ വിപിൻ ദാസ് പറഞ്ഞിട്ടുള്ള രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കുടുംബമായിട്ടൊക്കെ വന്നിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ പടം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് ട്രെയിലർ കണ്ടപ്പോഴും തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമന്റ് ചെയ്യുക. ഇപ്പോൾ ഈ പടത്തിൻ്റെ അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും. പിന്നെ മമ്മൂട്ടി ടർബോ എന്ന് പറഞ്ഞ പടത്തിൻ്റെ തിയേറ്റർ ചാർട്ടിംഗ് ഒക്കെ വേറെ ലെവലായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. FRR ഫിലിംസാണ് ഇവിടുത്തെ ഡിസ്ട്രിബ്യൂഷനൊക്കെ ചെയ്യുന്നത് കേരളത്തിലത്തെ. ഇപ്പോൾ ഇവിടെ തന്നെ കൂടുതലും വലിയ സ്ക്രീൻസിലൊക്കെ ടർബോക്ക് കിട്ടിയിട്ടുണ്ട്. എറണാകുളത്ത് തന്നെ കവിത, പത്മ, ശ്രീധർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ക്രീനിലൊക്കെ ടർബോക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ 3 ദിവസം മുന്നേ വന്ന പോസ്റ്ററാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. ഈ പോസ്റ്റർ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കൊച്ചി ലുലുമാളിൽ PVRൻ്റെ മുന്നിൽ എൻട്രൻസിൽ ഈ ടർബോയുടെ ഫ്ലക്സും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ശ്രീലങ്കയിൽ യുണൈറ്റഡ് ഇന്ത്യ എക്സ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ് പടം ഇറക്കുന്നത്. പിന്നെ മാൾട്ടയിലുള്ള ഷോർട്ട് ടൈംസൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഓസ്ട്രേലിയയിലുള്ള ഈ സ്ഥലങ്ങളിലൊക്കെ ബുക്കിംഗ് സ്റ്റാർട്ടായിട്ടുണ്ട് ഈ പടത്തിൻ്റെ. ബാക്കിയുള്ള സ്ഥലങ്ങളിലുള്ള ബുക്കിംഗ് ഉടനെ തുടങ്ങുന്നുള്ള രീതിയിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓവർസീസിൽ തന്നെ ഇപ്പോൾ 45ലും കൂടുതൽ കൺട്രീസിൽ ഇത് റിലീസ് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ വലിയ റിലീസിനാണ് പടം ഇറങ്ങാൻ പോകുന്നത്. 500 ലൊക്കേഷനിലും കൂടുതൽ സ്ഥലത്ത് പടം കളിക്കുന്നുണ്ട് ഈ 45 കൺട്രീസിൽ വെച്ചിട്ട് തന്നെ ഓവർസീസിൽ. പിന്നെ ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ള പോസ്റ്റർ തിയേറ്ററിൽ നിന്ന് കിട്ടിയിട്ടുള്ള പോസ്റ്ററാണ്. അതേമാതിരി 2-3 ഞാൻ കാണിക്കുന്നുണ്ട്. ഇത് ഒരു ഗംഭീര പോസ്റ്ററായിട്ടാണ് തോന്നിയത്. ഇതിൽ മമ്മൂട്ടി ചെക്ക് ഷർട്ട് ഇട്ടിട്ടാണ് നിൽക്കുന്നത്. ഞാൻ ഫസ്റ്റ് വിചാരിച്ചിരുന്നത് വീട്ടിലൊക്കെ ആകുമ്പോൾ ഇങ്ങനത്തെ ഷർട്ട് ഇടും, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വൈറ്റും ബ്ലാക്കും ഉള്ള രീതിയിലാണ് ഇടുക എന്നാണ് വിചാരിച്ചത് ഇത് കണ്ടപ്പോൾ. പക്ഷെ അത് അങ്ങനെയല്ല. രണ്ടാമത്തെ വേറൊരു പോസ്റ്റർ കിട്ടിയായിരുന്നു തിയേറ്ററിൽ വെച്ചിട്ടുള്ള തന്നെ. ഒരു കോടാലിയോ അങ്ങനത്തെ എന്തോ അങ്ങനെ പിടിച്ച് നിൽക്കുന്ന രീതിയിലുള്ള പോസ്റ്റർ. ഇത് കണ്ടപ്പോൾ മനസ്സിലായി പുറത്തേക്ക് ഇതിട്ട് ഇറങ്ങുന്നുണ്ട് എന്നുള്ള രീതിയിൽ. പിന്നെ പടത്തിൻ്റെ ട്രെയിലർ അത് എന്നാ വരെ എന്നുള്ള ഒഫീഷ്യലി കൺഫേം ആയിട്ടുണ്ട്. ഇന്ന് ദുബായിൽ സിലിക്കോൺ സെൻട്രൽ മാളിൽ വെച്ചിട്ടാണ് ട്രെയിലർ ലോഞ്ച് നടക്കുന്നത്. 7:30 അവിടുത്തെ ടൈമാണ്. ഇവിടെ 9 മണിക്ക് അതിൻ്റെ ട്രെയിലർ വരുന്നതായിരിക്കും. ഒരു ഗംഭീര ട്രെയിലർ എന്നാണ് ഞാൻ കേട്ടത്. എന്തായാലും കണ്ടറിയാം. പിന്നെ പടത്തിൻ്റെ തന്നെ വേറൊരു പോസ്റ്റർ ഒന്ന് സെയിം ചെക്ക് ഷർട്ട് ഇട്ടിട്ടുള്ള പോസ്റ്റർ. ഇതിൽ കൊടുത്തിട്ടുള്ള സാമ്പിൾ ടർബോ പഞ്ച് ലോഡിംഗ് എന്നാണ്. ട്രെയിലറിന് 2 days കൊടുത്തിട്ടുണ്ട്. 2 ദിവസം മുന്നേ വന്ന പോസ്റ്റർ തന്നെയാണ്. പിന്നെ വന്നൊരു പോസ്റ്ററാണ് ചിരിച്ചിട്ടുള്ളൊരു പോസ്റ്റർ. അതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ളത്. അത് നോർമൽ ബ്ലാക്ക് ഷർട്ടിൽ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി ഒരു പോസ്റ്റർ വന്നു. അതിൽ മിക്ക ആൾക്കാരും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലും മമ്മൂട്ടി ഈ സെയിം നേരത്തെ കണ്ട പോസ്റ്ററിൽ എങ്ങനെയായിരുന്നു അതേ സെയിം തന്നെ ഇതിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. പിന്നെ രാജ്ബി ഷെട്ടിനെ കാണിക്കുന്നുണ്ട്, സുനിലിനെ കാണിക്കുന്നുണ്ട്, ദിലീഷ് പോത്തനെ കാണിക്കുന്നുണ്ട്. പിന്നെ മമ്മൂട്ടിയുടെ അടുത്ത പടം കുറുപ്പിൻ്റെ സ്റ്റോറി എഴുതിയ ആളാണ് എടുക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജിതിൻ കെ ജോസ്. അത് ആൻഡോ ജോസഫ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് കേൾക്കുന്നുണ്ട്. പിന്നെ ജോമോൻ ടി ജോൺ ആണ് DOP ചെയ്യാമെന്ന് കേൾക്കുന്നുണ്ട്. പിന്നെ മ്യൂസിക് ചെയ്യുന്നത് സുഷിൻ ശ്യാമ എന്നുള്ളതും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഷൂട്ടിംഗ് മിക്കവാറും മെയ് 25 ഒക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ് കേൾക്കുന്നത്. ഇതിൽ പിന്നെ ഷൈൻ ടോം ജാക്കോ, ആൻ്റണി പെപ്പെ ഒക്കെ ഉണ്ടാവും എന്നുള്ളത് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവർക്കും ബൈ.